ഏതുപോലെ? ഇപ്പൊ പട്ടാമ്പി നേർച്ച, പട്ടാമ്പി ഇവിടെ അടുത്താണല്ലോ. ആ നേർച്ചക്ക് മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. ആ നേർച്ചയിൽ മുസ്ലിമീങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. കൊണ്ടോട്ടി നേർച്ച മുസ്ലിമാണോ അവന് പങ്കെടുക്കാൻ പറ്റില്ല. സത്യമാണല്ലോ. നബിദിനം അതിന് പങ്കെടുക്കാൻ പാടുന്ന ഒരു മുസ്ലിമിന് പാടില്ല. അത് ബിദഅത്താണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് പോലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. എങ്കിൽ അമ്പലപൂജക്ക്, ബിംബപൂജക്ക് മുസ്ലിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ദയവ് ചെയ്ത് അമ്പലപ്പിരിവിന് നിങ്ങൾ മുസ്ലിങ്ങളെ സമീപിക്കരുത്. ഇത് നിങ്ങളോട് അവര് പറയില്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അമ്പലത്തിന്റെ പിരിവ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സെന്തറിയോ? വേദനിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, സത്യമായും വേദനിക്കുന്നുണ്ട്. എന്താ വേദന അറിയോ? ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു വന്നിട്ട് അസർ നിസ്കരിച്ച് പീഡിയ കയറിയപ്പോഴേക്ക് അമ്പലപ്പിരിവാണല്ലോ വരുന്നത്. ഇതിന്റെ വിശ്വാസത്തിന് തെറ്റാണല്ലോ. പക്ഷെ ഇവരെന്ത് വിചാരിക്കും? ഇവര് നാളെന്റെ കട തല്ലിക്കളയോ? ബേജാറൻ. അങ്ങനെ പേടിച്ചിട്ട് പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞാത്തിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ക്ഷേത്രത്തിന്റെ ഫണ്ട് പണ്ടാരടങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കിട്ടണോ? ഇനി മുതൽ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഇസ്ലാമിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുസ്ലിമിനോടും പിരിവ് വാങ്ങരുത്. ഓനെ വേദനിപ്പിക്കരുത്. ഓൻ ഇഷ്ടമല്ലായി തരാൻ ഓനെ വേദനിപ്പിക്കണ്ട. ഇനിയോ ഇത് ക്ലിയർ ചെയ്തിട്ടില്ലേ? വലിയ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ CM മക്കാമുണ്ട്. അവിടെ ഞങ്ങൾ പണ്ടെടുക്കാറില്ല. എന്നാൽ അതേ CM മക്കാമ് നടത്തുന്നവർ ഒരു അനാഥാലയം നടത്താറുണ്ട്. അതിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അനാഥാലയം നടത്താൻ പൈസ കൊടുക്കാറുണ്ട്. പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തെ മന്ദബുദ്ധികളെ പോറ്റുന്നൊരു ഇതുണ്ട്, AP സുന്നി നടത്തുന്നത് ഉസ്താദ്. അതിന് ഞാൻ ഫണ്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾ നോക്കോ, അതേ ഉസ്താദിന്റെ നേർച്ചന്റെ ഫണ്ട് വന്നാലോ ഉസ്താദിനെ ഇരുത്തി ആശയം പഠിപ്പിച്ച് ഒരു പിരിവും കൊടുക്കാതെ ചായ കൊടുത്ത് നല്ല സൗമ്യമായിട്ട് ഉസ്താദിനെ പറഞ്ഞേക്കാം. എന്താ പ്രശ്നം ഇവിടെ? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കണ്ണൂർ പ്രസംഗിച്ചപ്പോൾ അതിന്റെ മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ ശബരിമലക്ക് പോകാൻ കറുപ്പെടുത്തവരായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ കറുപ്പെടുത്തിട്ടുണ്ടല്ലേ? അതാ ഉസ്താദേ കറുപ്പെടു. മോനെ മണ്ഡലം നോമ്പ് വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. 41 ദിവസമല്ലേ മോനെ മണ്ഡലം നോമ്പ്? ശബരിമലക്ക് പോകുമ്പോ 41 ദിവസം പുരുഷന്മാര്, സ്ത്രീകൾക്ക് പാടില്ല. പുരുഷന്മാര് മണ്ഡലം നോമ്പ് നോൽക്കുമ്പോ മോനെ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? അപ്പൊ പറഞ്ഞു ഇല്ല 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 കഴിക്ക. അത് നീ വർഗീയവാദിയായിട്ടാണോ? പറഞ്ഞ അല്ല. ഞങ്ങൾ വർഗീയവാദിയായിട്ടാണോ? അല്ല. ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം ഉണ്ടായിട്ടാണോ? അല്ല. മാലിന്യം ഉണ്ടായിട്ടാണോ? അല്ല. മണ്ഡലം നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറ് തിന്നാൻ പാടില്ല. സമ്മതിച്ചോന്ന് ചോദിച്ചു. സമ്മതിച്ചു. അത് തീവ്രവാദിയായിട്ടാണോ? അല്ല. അതുപോലെ മോനെ ഞങ്ങൾക്ക് ഓണത്തിന്റെയും വിഷുവിന്റെയും ക്രിസ്മസിന്റെയും ചോറ് തിന്നാൻ പാടില്ല. നബിദിനത്തിന്റെയും ആണ്ടിന്റെയും മൊയ്ലിയാമാരെ നടത്തുന്ന ഹദ്ദാദിന്റെയും കുതുബിയത്തിന്റെയും ചോറും തിന്നാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് വ്യക്തികളോടോ മതത്തോടോ സമൂഹത്തോടോ വെറുപ്പ്, വിശ്വാസം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അറിയാം, ഞാന് തുറന്നു പറയാണ്, പള്ളി ഉണ്ടാക്കാൻ ഹിന്ദുക്കളോട് ഫണ്ട് വാങ്ങാറില്ല, പൊതുവേ വാങ്ങാറില്ല. ഏതെങ്കിലും ആളുകൾ വാങ്ങണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊന്നും ജീവിതത്തിൽ വാങ്ങാറില്ല. എന്നാൽ അതുകൂടി കേട്ടോളി. എന്നാൽ ഇനി ഞാൻ പറയുന്ന പോയിന്റ് അപ്പുറം കട്ട് ചെയ്യാതെ കേട്ടോളി കേട്ടോ. പല ആളുകളും കാതുകൂർപ്പിച്ച് നിൽക്കുന്നുണ്ടാവും പല ലോകത്തും. ഒരു ശരിക്ക് ശ്രദ്ധിച്ചോളൂ. അമ്പലത്തിലെ പൂജാരി, ഫോർ എക്സാമ്പിൾ ഇവിടെ വന്ന സ്വാമിജി, ആദരണീയനായ സ്വാമിജി ഒരമ്പലത്തിന്റെ ഫണ്ടിന് വേണ്ടി എന്റെ വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക, ഞാൻ കൊടുക്കില്ല. അതേ സ്വാമിജി പിറ്റേത്താഴ്ച എന്റെ വീട്ടിൽ വരികയാണ്. സ്വാമിജി പറയണേ, എന്റെ മോൾക്ക് ക്യാൻസർ രോഗമാണ്, ഇന്ന ചികിത്സ വേണം, 1 ലക്ഷം രൂപ വേണം. ഇൻഷാ അല്ലാഹ് 1 ലക്ഷം ഞാൻ പൂർണ്ണമായിട്ട് കൊടുക്കും സ്വാമിജി. വിഷയം വേർതിരിച്ചു മനസ്സിലാക്കിക്കോ, നല്ലോണം പഠിച്ചോ. അല്ലെങ്കിലേ ഈ നൂറ്റാണ്ട് കുറച്ച് പ്രശ്നമാവും നമ്മുടെ രാജ്യത്ത്. അത് ഉണ്ടായിരുന്നത്. അതൊരു കാരണവശാലും വരരുത്. കാരണം എന്തറിയോ, ഹിന്ദു മതത്തിന്റെ ആചാരം ചെയ്യാത്തവനൊക്കെ തീവ്രവാദി, ഭീകരവാദി. അത് വരാൻ പാടില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ആചാരം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആചാരം. എന്നിട്ട് നമുക്ക് സ്നേഹിക്കാം. ഞങ്ങളോട് പറയട്ടെ, ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ വിളമ്പിയ ചോറ് മഹാത്മാഗാന്ധി എത്രയാ തിന്നത്? പക്ഷെ ശ്രീരാമന്റെ പേരിൽ അർത്ഥ ഒരു ചോറ് മൗലാന മുഹമ്മദ് അലി ജൗഹർ കഴിച്ചിട്ടില്ല. മനസ്സിലാക്കിക്കൂടെ? മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മാന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ രാമഭക്തനായിരുന്നു മഹാത്മാഗാന്ധി. ഒരിക്കൽ പോലും അല്ലാ എന്ന് വിളിച്ചിട്ടില്ല. ഇല്ല, രാമഭക്തനായി രാമ 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 പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു. ഗോഡ്സെ രാമ രാമ പറഞ്ഞിട്ടാ കൊന്നത്, അല്ലേ? ഒരിക്കൽ പോലും മൗലാന മുഹമ്മദ് അലിയുടെ വിശ്വാസം ഗാന്ധിജിയുടെ മേലോ, ഗാന്ധിജിയുടെ വിശ്വാസം മൗലാന മുഹമ്മദ് അലിയുടെ പേരിലോ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ബാലഗംഗാധര തിലകും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മേഹത്തമാരും അതുപോലെയുള്ള ആളുകൾ
ഫിറോസ് ഷാ മെഹത്തെ പോലെയുള്ള ആളുകളും ഒക്കെ ജീവിച്ചു. അവരൊക്കെ അവരുടെ മതമനുസരിച്ച് ജീവിച്ചു. എന്നാ മതലയനം അവരാരും ചെയ്തിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിയുള്ള ഒരു പോയിന്റ് പറയാം. അതായത് എല്ലാരും ചിന്തിക്കേണ്ട നല്ലൊരു പോയിന്റാ പറയുന്നത്. APJ അബ്ദുൽ കലാം മരിച്ചില്ലേ? മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ചാനൽ കാണാറില്ല, സത്യം. എന്റെ വീട്ടിൽ ചാനലില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ APJ അബ്ദുൽ കലാം മരിച്ചപ്പോ ചാനലിന്റെ മുമ്പിൽ ഞാൻ ചമ്രം പടഞ്ഞങ്ങിട്ടിരുന്നു. എനിക്ക് വലിയൊരു കാര്യം ലോകത്തെ പഠിപ്പിക്കാൻ ഞാൻ ഇരുന്നു. എന്താണെന്നറിയോ? അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ചാനലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് APJ അബ്ദുൽ കലാമിന്റെ ഖബറടക്കം കംപ്ലീറ്റ് A to Z ഒരു 11 മണി മുതൽ ബാങ്ക് കൊടുക്കണവരെ 100 വരെ ആ സമയത്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ പൊതുദർശനത്തിന്, പദപ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം, പൊതുദർശനത്തിന് APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ വെച്ചിരിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് പ്രധാനമന്ത്രി ഉണ്ട്, നരേന്ദ്രമോദി. അതിന്റെ തൊട്ടപ്പുറത്തോ പ്രണബ് മുഖർജി. അതിന്റെ തൊട്ടപ്പുറത്തോ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ. അവർ കൊണ്ടുവന്നിട്ട് പുഷ്പാർച്ചന നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, APJ അബ്ദുൽ കലാമിന്റെ ബോഡിയിലേക്ക് പുഷ്പാർച്ചന നടത്തുക. സമ്മതിച്ചല്ലോ എല്ലാവരും? ഹിന്ദു മതപ്രകാരം കൊണ്ടുപോയി. മുസ്ലിങ്ങൾ ചെയ്തോ? ഇല്ല. റീത്ത് സമർപ്പിച്ചു പലരും. മുസ്ലിങ്ങൾ ചെയ്തോ? ഇല്ല. എന്നാൽ ഇനി ഞാൻ പറയുന്ന പിക്ചർ ശരിക്കും മനസ്സിലുണ്ടായിക്കോട്ടെ. APJ അബ്ദുൽ കലാമിനെ പൊതുദർശനത്തിൽ വെച്ചു, എല്ലാരും കണ്ടു, പ്രമുഖര് കണ്ടു, ഒരാചാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇസ്ലാമിന്റെ ആചാരം നടക്കാൻ പോവുക. ശ്രദ്ധിക്കണേ, APJ അബ്ദുൽ കലാമിനെ തൊപ്പിയും ജുബയും ഇട്ട മൊയ്ലിയാമാർ ആ ബോർഡിങ് പൊക്കിയപ്പോ പ്രധാനമന്ത്രി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ശ്രദ്ധിക്കണേ, പ്രധാനമന്ത്രി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രണബ് മുഖർജി